അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമ്പത്ത് അള്ളാഹുവിൻ്റേത്. അള്ളാഹു നിനക്ക് അഥവാ മനുഷ്യർക്ക് നൽകിയതിൽ നീ പരലോകത്തെ തേടുക, പരലോക ഭവനത്തെ തേടിക്കൊള്ളുക. ഇഹലോകത്ത് നിന്നുള്ള നിന്റെ വിഹിതം വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും ജനങ്ങൾക്ക് നന്മ ചെയ്യുക. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ 28-ാമത്തെ അധ്യായത്തിലെ 77-ാമത്തെ ആയത്തുകൾ നോക്കുക. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും വിവാഹപ്രായമെത്തിയാൽ അവരിൽ വിവേകം കാണുന്നുണ്ടെങ്കിൽ അവരുടെ ധനം നിങ്ങൾ വിട്ടുകൊടുക്കുകയും അവർ പ്രായപൂർത്തി എത്തുമെന്ന ഭയത്താൽ അമിതമായും ബന്ധപ്പെട്ടും നിങ്ങൾ തിന്നരുത്. അനാഥരുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ധനികനാണെങ്കിൽ തൻ്റെ സ്വന്തം ആവശ്യത്തിന് യതീമിൻ്റെ ധനം ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ. ആരെങ്കിലും ദരിദ്രനാണെങ്കിൽ മര്യാദയനുസരിച്ച് അതിൽ നിന്ന് അവന് തിന്നാവുന്നതാണ്. ധനം അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ മേലിൽ നിങ്ങൾ സാക്ഷികളെ നിർത്തുകയും കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം 6-ാമത്തെ ആയത്ത്. അനാഥ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കരുത്. സ്വത്ത് ശരിയാം വിധം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കണം. കഴിവുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തതിന് സാക്ഷികളെ നിർത്തുകയും ചെയ്യണം. കുട്ടികൾ വലുതായാൽ സ്വത്ത് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി അവരുടെ സ്വത്ത് അനാവശ്യമായി ചെലവഴിക്കരുത്. അനാഥ കുട്ടികളുടെ രക്ഷിതാവ് ധനികനാണെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്നും ഒന്നും എടുക്കരുത്. ദരിദ്രനാണെങ്കിൽ ആവശ്യത്തിനു മാത്രം അവരുടെ ധനത്തിൽ നിന്ന് ഉപയോഗിക്കുക. കുട്ടികളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പിതാവല്ല, നേരിട്ടുള്ള പിതാവല്ല, കുട്ടികളെ സംരക്ഷിക്കുന്ന രക്ഷിതാവ്. അതായത് പിശുക്ക് കാണിക്കാൻ ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇത് സ്വീകരിക്കാതെ ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്നുണ്ടെങ്കിൽ അള്ളാഹു നിരാശ്രയനും സ്തുത്യർഹനും തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ആയത്താണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയപ്പോൾ അവരതുകൊണ്ട് പിശുക്ക് കാണിക്കുകയും അവഗണിക്കുന്നവരായിക്കൊണ്ട് പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ 9:76. ഒരു വിഭാഗം കപടവിശ്വാസികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തങ്ങൾക്ക് ഐശ്വര്യവും സാമ്പത്തിക ശേഷിയും ഉണ്ടായാൽ തങ്ങൾ ദാനം ചെയ്തു കൊള്ളാമെന്നും സൽവൃത്തരായി ജീവിച്ചു കൊള്ളാമെന്നും അള്ളാഹുവോട് വാഗ്ദത്തം ചെയ്തവരാണവർ. ഐശ്വര്യവും സാമ്പത്തിക ശേഷിയും കൈവന്നപ്പോൾ കരാർ മറന്നു, പിശുക്ക് കാണിച്ച് സത്യം സ്വീകരിക്കാതെ പിന്തിരിയുകയും ചെയ്തു. വാഗ്ദത്ത ലംഘനം കപടവിശ്വാസികളുടെ മുഖമുദ്രയാണല്ലോ. ഈ 75-ാം സൂക്തത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഫസ്സിരീങ്ങൾ ഇങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. സഅലബത്ത് ഇബ്ന് ഹാസിബ് എന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായി ഉണ്ടായിരുന്നു. ആദ്യത്തിൽ നിസ്കാരം മുതലായ ദീനി വിഷയത്തിൽ അങ്ങേയറ്റം കൃത്യനിഷ്ഠത പാലിച്ചിരുന്നു. തൻ്റെ ദാരിദ്ര്യത്തെ നബി തിരുമേനിയോട് എല്ലായ്പ്പോഴും പറഞ്ഞു അലോസരപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ, അതാണ് നല്ലതെന്ന് പലപ്പോഴും പറഞ്ഞു. വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അയാൾ ആടിനെ വളർത്തുവാൻ തുടങ്ങി. ആട് കുറഞ്ഞ കാലത്തിനുള്ളിൽ അങ്ങേയറ്റം വർദ്ധിച്ചു. ഇബാദത്തിനുള്ള കൃത്യനിഷ്ഠയെല്ലാം പോയി ജുമുഅക്ക് മാത്രം വരികയായി.
എനിക്ക് സമ്പത്ത് കിട്ടിയാൽ സക്കാത്ത് പോലെയുള്ള എല്ലാ കടമകളും ശരിക്കും നിർവഹിക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് പിരിച്ചെടുക്കുന്നവരെ അയച്ചപ്പോൾ ഒന്നും കൊടുക്കാതെ അവരെ മടക്കി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅലബത്തിന് നാശം എന്ന് പറഞ്ഞു. പിന്നീട് ബഹിഷ്കരണം ഭയന്നുകൊണ്ട് നബിയുടെ അടുക്കൽ സക്കാത്ത് കൊണ്ടുവന്നപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ വ്യസനം നടിച്ചുപോയി. ഈ മനുഷ്യൻ സത്യവിശ്വാസിയായോ അവിശ്വാസിയായോ മരിച്ചത് എന്ന് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. സഅലബത്ത് നശിച്ചു എന്നാണ് എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കപടവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരെ പോലെ തന്നെ നിങ്ങളും അവർ നിങ്ങളെക്കാൾ ശക്തരും നിങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പത്തും സന്താനങ്ങളും ഉള്ളവരുമായിരുന്നു. എന്നിട്ടും തങ്ങളുടെ വിഹിതം കൊണ്ട് അവർ സുഖിച്ചു. നിങ്ങളുടെ മുമ്പുള്ളവർ തങ്ങളുടെ വിഹിതം കൊണ്ട് സുഖിച്ചതുപോലെ സ്വന്തം വിഹിതം കൊണ്ട് നിങ്ങളും സുഖിച്ചു. അവർ വിനോദങ്ങളിൽ മുഴുകിയതുപോലെ നിങ്ങളും വിനോദങ്ങളിൽ മുഴുകി. അവരുടെ പ്രവർത്തനങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിഷ്ഫലമായിപ്പോയി. അവർ തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ. മുമ്പ് കഴിഞ്ഞുപോയ സത്യനിഷേധികളെപ്പോലെ തന്നെയാണ് ഈ കപടവിശ്വാസികളുടെ സ്ഥിതിയും. അവർ ഇവരെക്കാൾ ശക്തരായിരുന്നു, സമ്പത്തും സന്താനങ്ങളും കൂടുതലുള്ളവരായിരുന്നു. എന്നിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലങ്ങളായി. നിന്ദ്യതയും അള്ളാഹുവിൻ്റെ ശിക്ഷയും അവരെ പിടികൂടി. അവരെ അനുകരിച്ചുകൊണ്ടാണ് നിങ്ങളും ദുഷ്പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനാൽ അവരെ ബാധിച്ചതെന്തോ അത് നിങ്ങളെയും ബാധിക്കാൻ സാധ്യത ഏറെയാണ്. ഈ വസ്തുതയാണ് കപടവിശ്വാസികളെ സംബോധനം ചെയ്തുകൊണ്ട് ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആൻ 9:69. അത് നിമിത്തം തന്നെ കണ്ടുമുട്ടുന്ന ദിവസം വരെയും അവരുടെ കപടവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു കാപട്യം കുടിയിരുത്തി. അവർ അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കുകയും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയും കൊണ്ട് തന്നെ. വിശുദ്ധ ഖുർആൻ 9:77. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.